മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞ ആളാണ് ഇത് ഇതേപോലെ തന്നെ ചെയ്ത് ഇത്രയും വെയിറ്റ് എടുത്ത് പൊക്കുന്നത്. 2 ആഴ്ചയായിട്ടുള്ളൂ ഓപ്പറേഷൻ പറഞ്ഞ കേസാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. 3 ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. 2 ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ സർജറി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞതാണ്. ഇതിനകത്ത് ഒത്തിരി പൈസ ആവുന്നുണ്ടോ? നമുക്ക് ഇതിന് കാരണം എന്ന് പറയുന്നത് ഡിസ്ക് ബൾജ് ആവുന്നതാണല്ലോ. അപ്പൊ ഈ ബൾജ് ആവുന്നത് റിലീസ് ആവണം. നമസ്കാരം. നമ്മളിപ്പം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ മരുന്നില്ലാതെ വേദന മാറ്റുന്ന ഒരു വേദന എന്ന് വെച്ചാൽ മുട്ടുവേദനയായാലും പെടറി വേദനയായാലും നടുവേദനയായാലും അങ്ങനെയുള്ള മരുന്നില്ലാതെ എല്ലാം മാറ്റും. ഒരു സയന്റിസ്റ്റ് ആണ്. കായിക താരങ്ങളെ, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കായിക താരങ്ങളെല്ലാം അതുപോലുള്ള ആൾക്കാരെയൊക്കെ ചികിത്സ ചെയ്യണം. നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. വേദന മാത്രമല്ല, സ്ട്രോക്കിനും ഉണ്ട്. മരുന്നില്ലെന്ന് പറയുമ്പോഴേ ഈ തൈലോ ഓയിൽ അങ്ങനത്തെ എണ്ണയില്ല, തൈലോ ഇല്ല, ഒന്നുമില്ല. നമസ്കാരം. പേര്? ജർഷാദ് എന്നാണ് പേര്. നമ്മുടെ സ്ഥലം? ഇത് വളാഞ്ചേരിയിലാണ്. വളാഞ്ചേരി തന്നെയാണ്. അപ്പൊ ഈ മരുന്നില്ലാതെ ഉള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ മരുന്നില്ലാതെ എങ്ങനെ ചികിത്സിക്കാം? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഒരു അസുഖത്തിന്റെ കാരണം അത് നോക്കി അതിന് നമ്മൾ ഫിസിക്കൽ തെറാപ്പിയിലൂടെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ തെറാപ്പിസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ഞങ്ങളുടെ നാട്ടിലൊക്കെ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരാ. അപ്പൊ പലരോടും ചോദിക്കാറുണ്ട്, അച്ഛനെ ഇന്നലെ വന്ന് തടവിട്ട് പോയായിരുന്നൊക്കെ കേൾക്കാറുണ്ട്. അതെ. അവിടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അതിന്റെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തോ? അങ്ങനെയുള്ളതല്ല. ഇത് ഏകദേശം ഒരു 4.5 വർഷം കോഴ്സ് കഴിയണം. അതിന് ശേഷം PG 2 വർഷം ചെയ്യണം. 4.5 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് PG വീണ്ടും ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഫിസിയോതെറാപ്പിയാണ് ഈ മെസ്സിനെ നെയ്മറിനൊക്കെ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് വരെ ചെയ്യുന്നത്. നമ്മള് ഫുട്ബോള്, നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നത് ഫിസിയോതെറാപ്പിയാണ്. അല്ലാണ്ട് മോഡേൺ മെഡിസിനും മറ്റുള്ള ഫീൽഡുകളൊന്നും അല്ല. ഈ ഫിസിയോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. 4.5 വർഷം പഠിച്ച് 2 വർഷം അഡീഷണൽ ആയിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു സംഭവമാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ എന്തൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. പിന്നെ എക്സ്പീരിയൻസ്. ഈ നടുവേദന ഉള്ളവര് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലാണ് നടുവേദന. ഞങ്ങളെ തന്നെ ഇഷ്ടം പോലെ കോളുകളാണ് വരുന്നത്. അതിന്റെ പ്രശ്നം എന്താ? നടുവേദന എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പ്രശ്നം വരുന്നത് ഡിസ്കിനാണല്ലോ. ഡിസ്ക് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ഡിസ്ക് ബൾജായി തെന്നി എന്നൊക്കെ പറയും. അപ്പൊ ഡിസ്ക് ബൾജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബൾജ് വരിക. ഇതേപോലെ. അതെ, ഇതാണ് ഡിസ്ക് ഈ കാണുന്നത്. അതുപോലെ ഇതാണ് ഞരമ്പ്. ഈ ഞരമ്പിൽ തട്ടുമ്പോഴാണ് നമ്മൾ കാലിലോട്ട് പെയിൻ വരിക. ഈ ഞരമ്പിൽ ഇങ്ങനെ തട്ടുമ്പോഴാണ് നമുക്ക് കാലിന് പെയിൻ വരുന്നത്. അതെ, അതിന് വേണ്ടത് എന്താ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കാരണം എന്ന് പറയുന്നത് ഡിസ്ക് ബൾജ് ആവുന്നതാണല്ലോ. അപ്പൊ ഈ ബൾജ് ആവുന്നത് റിലീസ് ആവണം. അതിന് സാധാരണ ഇത് ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടാലും ആ പേഷ്യന്റിന് എന്തില്ല, നോർമലായിട്ട് വരില്ല. ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് പോവണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കിന് ബലം വരണം. നമ്മൾ ചെയ്യുന്നത് മസിലിനെ ബലപ്പെടുത്തൽ മാത്രമാണ്. ഡിസ്കിന് ബലപ്പെടുത്താനുള്ളതും അതിലോട്ട് ലോഡ് കൊടുത്ത് അത് സ്ട്രെങ്ത് വരാനും കഴിഞ്ഞാലേ പിന്നെയും കുനിയാനൊക്കെ കഴിയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ വരും. അപ്പൊ ഇതിനൊന്നും ഈ തൈലോ എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല? ഇല്ല, ഒരിടത്തും ഇല്ല. കാരണം ഇത് ഇങ്ങോട്ട് എത്തണ്ടേ ഇതിന്റെ ട്രീറ്റ്മെന്റ്. പുറത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ ഹീലിംഗ് പ്രോസസ് ഉണ്ടാക്കുക ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് സാധാരണ കൈ ഒടിയും, മുറിവുണ്ടാവും, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണല്ലോ ഉണങ്ങുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, കാസ്റ്റ് ഇടും. ഡോക്ടർ അടുത്ത് കൊണ്ടേലും കാസ്റ്റ് ഇട്ടിട്ട് കൈ ഒടിഞ്ഞാൽ വെക്കും. അത് 4 ആഴ്ച കഴിഞ്ഞാൽ ഉണങ്ങും. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹീലിംഗ് പ്രോസസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും. എല്ലാവരും ഒരു സംശയമാണ്, എന്താണ് കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്? ഫിസിയോതെറാപ്പി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നത് ആദ്യം ഒരു വേദന വന്നു, നടുവേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, അത് കഴിഞ്ഞ സർജറി ചെയ്യുക, അതിനുശേഷമൊക്കെയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. നാട്ടിലെല്ലാവരും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കും എന്നുള്ളൊരു രീതി ഇവിടെ ഉണ്ട്. അതെ, അത് തന്നെ എന്തായിരിക്കും ഈ പേഷ്യന്റ് പിന്നെ ഒരു വേദന ഇതുമായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലൈഫായിട്ടായിരിക്കും പോവുക. അതേസമയത്ത് പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്, നിങ്ങൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാം. എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ക്വാളിറ്റി ഉള്ള ലൈഫ്, നല്ല വേദന ഇല്ലാതെ നല്ല നിങ്ങൾക്ക് ബെൻഡ് ചെയ്തിട്ട് തന്നെ സാധനങ്ങളൊക്കെ എടുക്കാം. അങ്ങനത്തെ രീതിയിലോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക് ബൾജായതാണെങ്കിൽ ഡിസ്ക് ബൾജായത് സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, അതിനെ സ്ട്രെങ്ത് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് കുനിഞ്ഞൊക്കെ പണിയെടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് വരുന്നവരെ കൊണ്ട് വെയിറ്റ് ഒക്കെ എടുപ്പിച്ച് റെഡിയാക്കിയിട്ട് ഇവിടെ അങ്ങനത്തെ ഒക്കെ ചെയ്യും. ആ രീതിയിൽ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ലെവൽ ഓഫ് അവരെ കണ്ടീഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത്. കായിക താരങ്ങളൊക്കെ ഉള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ മെസ്സി ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലൊക്കെ അവരുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്.
എല്ലാ ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും ഫുട്ബോളേഴ്സ് ഒക്കെ ആണെങ്കിലും ഏറ്റവും ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പിയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ വേദന മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള രീതി ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച് നമുക്ക് വലിയ പ്രശ്നത്തിലേക്ക് പോവാതെ ഇതേപോലുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. പക്ഷെ വലിയ വലിയ കാര്യത്തിലേക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വന്ന സ്റ്റേജ് എന്തൊക്കെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള കേസ് തന്നെ ഈ ടച്ച് ഉണ്ടല്ലോ നമ്മളെ ചെറുതായിട്ടോടൊപ്പം ഈ ടച്ച് വരെ 100% പെയിൻ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അതെ. പിന്നെ ഒരുപാട് കാലമായിട്ടുള്ള ഇങ്ങനെ വരുന്ന ഒരു ചെസ്റ്റ് പെയിൻ ഒക്കെ വരും. അപ്പൊ നമ്മൾ കുറെ ECG എടുത്തിട്ടുണ്ടാവും, എക്കോ എടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിലൊന്നും ടെസ്റ്റ് പോസിറ്റീവ് ആവുക ഈ കാരണം മാറും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് പെയിനുകളുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നോക്കിയിട്ട് ഞങ്ങളൊരു എക്സ്പെർട്ട് ടീമാണ് അത് നോക്കിയിട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ വിടുന്നത് അവരെ. ഇവിടെ ഇപ്പോൾ ഒരു രോഗി എത്തുക, അപ്പൊ എത്തിയാല് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇദ്ദേഹം ചികിത്സിക്കുന്നത്, ഏത് രീതിയിലാണ്? ഒരു വ്യക്തമായിട്ടുള്ള ഒരു വാല്യുവേഷൻ ചെയ്യാന്നുള്ളതാണ്. വേണ്ട പേഷ്യന്റിന് എക്സ്റേ ആണോ MRI ആണോ എടുക്കേണ്ടത്, അതൊക്കെ നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നീല ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുക. കൃത്യമായിട്ടുള്ള പഠനം നടത്തുക. കൃത്യമായിട്ടുള്ള പഠനം അവരുടെ ജീവിതശൈലിയിലും അവരുടെ എങ്ങനെയാണ് അവരുടെ ലൈഫൊന്നും വർക്കും ഇതൊക്കെ നോക്കി എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ ചില കാര്യങ്ങൾ അതിൽ തന്നെ മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ റെഡിയായിട്ട് മാറ്റം വരും. അപ്പോൾ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എപ്പോഴും നിർബന്ധമാണ്. കാരണം എൻ്റെ പോലെ നിങ്ങളെ പോലെ മറ്റൊരാൾ പല ആൾക്കാർക്കും ഓരോ രീതിയായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഒരു എഡ്യൂക്കേഷനും കൂടി കൊടുക്കും. കറക്റ്റ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇത്രയും സെറ്റപ്പ് ഒക്കെ കണ്ടു, റെഡിയാണ്. ഇതിനകത്ത് നമുക്ക് ഒത്തിരി പൈസ ആവുന്നുണ്ടോ? ഒരുപാട് ക്യാഷുകളൊന്നും ഇല്ല. അതിന്റെ ഒരു സർവീസിനുള്ള ചെറിയ കോസ്റ്റ് മാത്രമേ മെയിൻ ആയിട്ട് മരുന്നിനൊരു പൈസ ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആവശ്യമില്ലാതെ കുറെ മരുന്ന് കഴിച്ച് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നമുക്ക് ഒരാളെ ഒന്ന് പരിചയപ്പെടാം. നമസ്തേ, പേര്? എൻ്റെ പേര് ഷറഫുദ്ദീൻ. എവിടെ സ്ഥലം? ഞാൻ രണ്ടത്താണി. എന്തായിട്ടാണ് വന്നത്? ഞാൻ ബാക്ക് പെയിൻ കാലുവേദനയായിട്ട് വന്നതാണ്. ഞാൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അബുദാബിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് വന്നതാണ്. അങ്ങനെ അവിടെ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു. 2-3 ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് MRI സ്കാൻ എടുത്തു. MRI സ്കാനിൽ അവർ പറഞ്ഞത് സർജറി ചെയ്യണം എന്നുള്ളതായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് പറഞ്ഞു നാട്ടിൽ പോയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർജറി ഇല്ലാതെ വല്ലതെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരൻ അനീസ്, അവനാണ് ഇവിടെ ഇങ്ങനെ സുഖമാവും, അവന് അനുഭവമുണ്ട്. ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് അവന് മാറിപ്പോയതാണ്. ഇവിടുന്ന് മാറിപ്പോയത്. അപ്പോൾ അവന് പറഞ്ഞ് വേറെ എവിടെയും പോകണ്ട, ഇവിടെ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് 2 ആഴ്ച ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെന്റിൽ ഇവിടെ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ വേദന ഒന്നുമില്ല. 2 ആഴ്ചയായിട്ടുള്ളൂ. ഓപ്പറേഷൻ പറഞ്ഞ കേസാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. മരുന്ന് വല്ലതും കഴിച്ചാൽ? മരുന്നൊന്നുമില്ല. ഒരു മരുന്നും കഴിച്ചില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു മരുന്നില്ലാതെ അസുഖം മാറ്റുക എന്നുള്ളത്. അങ്ങനെ നേർക്കാഴ്ചയാണ്. പേര്? അബ്ദുൽ അസീസ്. അപ്പം സ്ഥലം എവിടെ? സ്ഥലം വാളപുരം. ആണോ? ഇപ്പൊ എന്തായിട്ട് ഇവിടെ വന്നത്? ഇവിടെ ഞാൻ ചെറിയ വീണതാണ്. അപ്പോൾ ലെഗ്മെന്റ് ചെറിയ പൊട്ടുണ്ട്. അപ്പോൾ 2-3 ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. 2 ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ സർജറി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ പറഞ്ഞതാണ്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കുറച്ച് മടിയുണ്ടായി, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ 3ാമതൊരു ഡോക്ടറെ കാണിക്കാൻ പോയി കോട്ടക്കൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ ഡോക്ടർ വന്ന് ഫിസിയോതെറാപ്പി കൊണ്ട് മാറുന്നുണ്ട്. അവിടെ നിന്നാണ് ആ ഡോക്ടറാണ് ഇവിടെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഇപ്പൊ 2 മാസമായി. പക്ഷെ കുഴപ്പമില്ല. ഈ ഓപ്പറേഷൻ പറഞ്ഞ കേസാണ്. ഇദ്ദേഹം വെയിറ്റ് ഒക്കെ ഇതാണ്ട് 2 കയ്യിലും വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലയോ? കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇവിടെ വന്നതിന് ശേഷം മരുന്ന് വല്ലതും കഴിച്ചിട്ടില്ല? മരുന്ന് കഴിച്ചിട്ടില്ല. എണ്ണ വല്ലതും തേച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നമ്മൾ മരുന്ന് മാത്രമാണ് ഇല്ലെന്ന് പറഞ്ഞത്. പക്ഷേ പുതിയ രീതിയിലുള്ള എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് മെഷീൻസാണ് ഉള്ളത്? ഇവിടെ നമുക്ക് ലേസർ തെറാപ്പി ഉണ്ട്, ഷോക്ക് വേവ് തെറാപ്പി ഉണ്ട്, പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഇലക്ട്രോ തെറാപ്പി മെഷീൻസുകളുണ്ട്, സസ്പെൻഷൻ യൂണിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മരുന്ന് മാത്രമേ ഉള്ളൂ അതെ ഇല്ലാത്ത, ബാക്കി എല്ലാ സംഭവം ഉണ്ട്. എല്ലാം. ഒരുപാട് കുട്ടികൾ വരാറുണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കൊന്ന് ഒരാളെ പരിചയപ്പെടാം. പേര്? മുഹമ്മദ് ഷബീബ്. അപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ മതപരമായിട്ട് പഠിക്കുകയാണ്, മൂല്യരാവാൻ വേണ്ടി. എന്ത് പ്രശ്നമായിട്ട് അവിടെ വന്നത്? ഞാൻ ACL ഇഞ്ചറി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സ്പോർട്സ് കൂടുതലായിട്ട് ചെയ്യാറുണ്ട് അല്ലയോ? കോളേജിൽ നിന്ന് വല്ലപ്പോഴും കളി കിട്ടാറുണ്ട്. അപ്പൊ ലീവിന് വന്നപ്പോ കളിക്കാൻ പോയതാണ്.
അങ്ങനെ പറ്റിയതാ? അങ്ങനെ പറ്റിയതാ. അങ്ങനെ പറ്റിയതാ. അപ്പൊ ഇത് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? ഓയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടുന്ന് ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ പറഞ്ഞതാ? ആ. ഓഹോ. അപ്പോൾ പിന്നെ പിന്നെ ഞങ്ങൾ ഉസ്താദ് ഇതിന്റെ ഒരു വീഡിയോ അയച്ചിരിക്കുകയും അപ്പൊ അത് കണ്ട് ഇവിടേക്ക് വന്നതാണ്. വീഡിയോ കണ്ടിട്ടാ വന്നത്? ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അൽഹംദുലില്ലാ വളരെ നല്ല മാറ്റമുണ്ട്. മാറ്റമുണ്ട്. ഓ. അപ്പൊ ശരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ഇനി വീണ്ടും കളിക്കാനും ഒക്കെ പറ്റും? ഓ, ഇൻഷാ അല്ലാ. ഒരു കുഴപ്പമില്ല? ഇല്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്നതായിട്ട് വന്നില്ല? ഇല്ല, വന്നിട്ടില്ല. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളെ കുറെ പേരെ ഇദ്ദേഹം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെയൊക്കെയാ? അതെ, കുറച്ച് ആളുകളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. നമ്മുടെ ശിവൻ ദുബെ, അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ, പിന്നെ രാഹുൽ ദ്രാവിഡിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിനവേന്ദ്ര അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ വരുന്ന എല്ലാം ഈ ഒരു രീതിയിലുള്ളതാ വരുന്നതല്ല? അതെ അതെ, ഇതുപോലത്തെ ലിഗമെന്റ് ഇഞ്ചുറീസ്, ഷോൾഡർ ഇഞ്ചുറീസ്, അങ്ങനത്തെ ഒരുപാട് ഇഞ്ചുറീസാണ് വരിക. ആംഗിളിലൊക്കെ ഉള്ള ഇതായിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവും. ആസ് ഫാസ്റ്റ് എത്ര നമുക്ക് ഒരു ഇഞ്ചുറി വരാതെ പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സ്പോർട്സ് ഫിസിയോതെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് സ്ട്രോക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഏത് രീതിയിലുള്ള ചികിത്സയാണ്? ഇവിടെ അതിനായിട്ട് ന്യൂറോ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ കാണുന്നതാണ് ഈ സ്ട്രോക്ക് വന്നു അതിനുശേഷം കുറേ ആളുകൾ കിടന്നു പോകുന്നത്. പക്ഷെ അതൊന്ന് ശരിക്കും തിരിച്ച് നമുക്ക് പഴയതുപോലെ ആക്കാൻ കഴിയും. ഒരു 90% കേസിലും എല്ലാ ഫങ്ഷൻസും തിരിച്ച് കിട്ടുന്നുള്ളൂ. പക്ഷെ കറക്റ്റായിട്ടും പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടും പലപ്പോഴും വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്നത് കൊണ്ടാണ് ഇത് തിരിച്ചു വരാത്തത്. പക്ഷെ നമുക്ക് എല്ലാ ഫങ്ഷൻസും തിരിച്ചു വരുന്നുള്ളൂ. സ്ട്രോക്കിന് കൃത്യമായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്ട്രോക്കിന് കൃത്യമായിട്ടുള്ള ന്യൂറോ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിലൂടെ അത് നന്നായിട്ട് നമുക്ക് റിക്കവറി ആക്കി എടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ആ വീഡിയോ എല്ലാം കണ്ടു. അപ്പൊ ഇവിടെ വരേണ്ട വഴി എങ്ങനെയാണ് ഇവിടെ എത്തേണ്ടത്? ഇങ്ങോട്ട് വരേണ്ടത് ഇത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ്. വളാഞ്ചേരിയിൽ നടക്കാവിൽ ഹോസ്പിറ്റലിനകത്താണ് ഒരു സെന്റർ ഉള്ളത്. ഇതിന്റെ പേര് കിബിറ്റ്സ് എന്നാണ് പേര്. അതെ, നിംഹാൻസ് ആൻഡ് കിബിറ്റ്സ് എന്നാണ് പേര്. നമുക്ക് 3 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഒന്ന് വളാഞ്ചേരിയിൽ, ഒന്ന് തിരൂര്, അതാണ് ആദ്യത്തെ സെന്റർ, പിന്നെ പരപ്പനങ്ങാടി. അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് സെന്ററുകൾ ഉള്ളത്. ഇവിടെ എത്താനായിട്ടുള്ളവര് ഈ വീഡിയോയിൽ തന്നെ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് നേരെ വന്നാൽ മതി.